നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ പെന്റഗണിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന $1.15 ട്രില്യൺ പ്രതിരോധ നയ ബിൽ US ജനപ്രതിനിധി സഭ പാസാക്കി. ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ 212-നെതിരെ 216 വോട്ടുകൾക്കാണ് നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് സഭയുടെ അംഗീകാരം നേടിയത്. ഇറാനുമായി തുടരുന്ന സൈനിക സംഘർഷവും വൻതോതിൽ കുറഞ്ഞ ആയുധ ശേഖരവും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് ബജറ്റ് തുക റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിച്ചത്. US സൈനികരുടെ ശമ്പളം 5 മുതൽ 7% വരെ വർദ്ധിപ്പിക്കുന്നതിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സുരക്ഷയ്ക്കായുള്ള ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനും ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അതേസമയം സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കി ആയുധങ്ങൾക്കും യുദ്ധങ്ങൾക്കുമായി ഭീമമായ തുക മാറ്റിവെക്കുന്നതിനെ ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ ശക്തമായി എതിർത്തു. ബിൽ ജനപ്രതിനിധി സഭ കടന്നെങ്കിലും ഡെമോക്രാറ്റുകളുടെ ശക്തമായ വിയോജിപ്പും വ്യവസ്ഥകളിലെ ഭിന്നതകളും കാരണം ഇനി സെനറ്റിൽ അംഗീകാരം നേടുക എന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഓരോ ആക്രമണത്തിനും പകരമായി രാജ്യത്തെ ഓരോ പാലമോ വൈദ്യുതി നിലയമോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ US ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. മിസൈലുകളോ ഡ്രോണുകളോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ടാൽ തലസ്ഥാനമായ ടെഹ്റാനിലെ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പാലങ്ങളും ഊർജ്ജ നിലയങ്ങളും അമേരിക്കൻ സൈന്യം ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ 11 ദിവസമായി ഇറാന് നേരെ US തുടർച്ചയായി നടത്തുന്ന വ്യോമാക്രമണങ്ങളെ തുടർച്ചയായാണ് ഈ ഭീഷണി. നഥാൻസിലെ രഹസ്യ ആണവ കേന്ദ്രമായ കൊലാങ് ആക്രമിക്കുമെന്നും US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $94 ഉയർന്നത് ആഗോള സാമ്പത്തിക മേഖലയെയും പെട്രോൾ വില വർധനവ് വഴി അമേരിക്കൻ ജനതയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഭീഷണിയെ ഗൗരവത്തോടെ കാണുന്നുവെന്നും US-ന്റെയോ സഖ്യരാജ്യങ്ങളുടെയോ താൽപര്യങ്ങൾക്ക് നേരെ തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ ഖാദം അൽ അൻബിയ സൈനിക കമാൻഡ് തിരിച്ചടിച്ചു. ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി ഭീകരർ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. തങ്ങൾ ഏർപ്പെടുത്തിയ കടൽമാർഗ്ഗ ഉപരോധം ലംഘിച്ചെന്ന് ആരോപിച്ച് നടത്തിയ ആക്രമണത്തിൽ സൗദി കപ്പലുകളിലൊന്നായ എൻ സെലിയാക്കി തീപിടിച്ചതായി സൗദി അധികൃതരും സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിലെ ജീസാൻ തുറമുഖത്തിനും അൽ ഷുഖൈഗിനും സമീപം വെച്ചാണ് എൻസെലിയ, ലൈല എന്നീ 2 സൗദി അറേബ്യൻ എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതി ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. ആക്രമണത്തെ തുടർന്ന് എൻസെലിയ കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും പരിസ്ഥിതി ആഘാതങ്ങൾ ഒഴിവാക്കുവാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സൗദി ഗതാഗത മന്ത്രാലയവും UK മറൈൻ ട്രേഡ് ഓപ്പറേഷൻസും വ്യക്തമാക്കി. സൗദിക്കെതിരെ ഹൂതികൾ പുതിയ ഉപരോധ ഭീഷണി ഉയർത്തിയതോടെ ചെങ്കടലിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണ ഗതാഗതത്തിൽ വൻ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രദേശം വഴിയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് നിരവധി എണ്ണക്കപ്പലുകൾ തങ്ങളുടെ സഞ്ചാരപാത മാറ്റി സൂയസ് കനാൽ വഴിയാക്കിയതോടെ ഹോർമൂസ് കടലിടുക്കിന് പുറമെ ചെങ്കടലിലും ആഗോള ഊർജ്ജ വിതരണ ശൃംഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യയുടെ സഹായമുണ്ടോ എന്ന് US ഇന്റലിജൻസ് പരിശോധിക്കുന്നുണ്ട്. ആക്രമണങ്ങളുടെ കൃത്യതയും സാങ്കേതിക മികവും ചൂണ്ടിക്കാട്ടി റഷ്യ ഇറാന് കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങളോ വികസിത ഡ്രോൺ സാങ്കേതിക വിദ്യയോ നൽകിയിട്ടുണ്ടാകുമെന്നാണ് അമേരിക്കൻ വിദേശകാര്യ വിശകലന വിദഗ്ധർ സംശയിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ US എംബസിയിലുള്ള CIA സ്റ്റേഷനും പൂർവ്വ ഇറാഖിലെ രഹസ്യ കേന്ദ്രവും ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് നേരെയാണ് ഇറാന്റെ കൃത്യതയാർന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. സാധാരണ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ഇത്തരം സുരക്ഷാ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യമിടുവാൻ ഇറാന് സാധിച്ചത് റഷ്യൻ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമായ കോമാറ്റ നൽകിയ സാങ്കേതിക പിന്തുണ കാരണമാണെന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ റഷ്യയുടെ പങ്കിനെക്കുറിച്ച് US ഇന്റലിജൻസ് ഔദ്യോഗികമായി അന്തിമ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ലഭിച്ച തെളിവുകൾ ഗൗരവമുള്ളതാണെന്ന് കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. അമേരിക്കയുമായുള്ള പ്രാദേശിക പോരാട്ടത്തിൽ ഇറാന് സാങ്കേതിക വിവരങ്ങൾ നൽകി റഷ്യ സഹായിക്കുന്നത് പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കൂടുതൽ വഷളാക്കുവാൻ സാധിക്കുമെന്നും ആശങ്ക ശക്തമാണ്. ദക്ഷിണ യൂറോപ്പിൽ വീണ്ടും കൊടും ചൂട് കടുക്കുന്നതിനിടെ സ്പെയിനിലും ഫ്രാൻസിലും കാട്ടുതീ പടർന്നു പിടിക്കുന്നത് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നതോടെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കുവാൻ തീവ്ര ശ്രമം തുടരുകയാണ്. സ്പെയിനിലെ ഗ്വാദലഹാര മേഖലയിലാണ് രാജ്യത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ കാട്ടുതീ പടർന്നു പിടിച്ചത്. 10,000-കണക്കിന് ഹെക്ടർ വനഭൂമിയും കൃഷിയിടങ്ങളും ചാമ്പലാക്കിയ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ ഹെലികോപ്റ്ററുകളും സവിശേഷ വിമാനങ്ങളും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കാറ്റിന്റെ ഉയർന്ന വേഗതയും വരണ്ട അന്തരീക്ഷവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ഫ്രാൻസിലും കടുത്ത ചൂടിനെ തുടർന്ന് വൻ കാട്ടുതീ രൂപപ്പെടുകയും രക്ഷാപ്രവർത്തനത്തിനിടെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം കാരണം യൂറോപ്പിലുടനീളം ഉഷ്ണതരംഗവും കാട്ടുതീയും കൂടുതൽ രൂക്ഷമാവുകയാണെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാന് നേരെ തുടർച്ചയായ 12ാം രാത്രിയിലും അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ സംഭരണശാലകൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു US സെൻട്രൽ കമാൻഡിന്റെ ആക്രമണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുവാനുമാണ് ഈ നടപടിയെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. അതേസമയം US വ്യോമാക്രമണത്തിന് കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരുപക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുവാൻ തുടങ്ങിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അതിരൂക്ഷമായി തുടരുകയുമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് മേയർ സോറൻ മംതാനി പിന്മാറി. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുവാൻ തങ്ങൾക്ക് നിയമപരമായ സ്വതന്ത്ര അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ മംതാനി, എന്നാൽ കേന്ദ്രതലത്തിൽ US ഗവൺമെന്റ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണമെന്നും ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ചൂണ്ടിക്കാട്ടി വരാനിരിക്കുന്ന UN പൊതുസഭാ സമ്മേളനത്തിന് നെതന്യാഹു എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് മംതാനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിലുള്ള നിയമങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം ന്യൂയോർക്ക് സിറ്റിക്ക് ഒരു വിദേശ നേതാവിനെ നേരിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ലെന്ന് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. മംതാനിയുടെ മുൻ നിലപാടിനെ ശക്തമായി എതിർത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ മണ്ണിൽ വെച്ച് നെതന്യാഹു അറസ്റ്റ് ചെയ്യപ്പെടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അമേരിക്ക അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തദ്ദേശ ഭരണകൂടങ്ങൾക്ക് ഇത്തരത്തിൽ വിദേശ നയതന്ത്രജ്ഞരെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയില്ലെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷമോറിലെ സമ്മർ ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ രാവിലെ 10 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി ജപമാല പ്രാർത്ഥന നടക്കുമ്പോഴായിരുന്നു അക്രമി കത്തി ഉപയോഗിച്ച് സ്ത്രീയെ കുത്തി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ സ്ത്രീയെ ഉടൻ തന്നെ വാട്ടർഫോർഡ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരുടെ മുറിവുകൾ ആഴത്തിലുള്ളതാണെങ്കിലും അപകടനില തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. സംഭവസ്ഥലത്തിന് തൊട്ടടുത്തുള്ള വീടുകളിലൊന്നിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആക്രമണത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ വാട്ടർഫോർഡ് ആൻഡ് ലിസ്മോർ രൂപത കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഭയപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിലും പരിക്കേറ്റ സ്ത്രീയെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഇടവകക്കാരുടെ ധൈര്യത്തെ രൂപത പ്രശംസിച്ചു. പെട്ടെന്നുണ്ടായ ഈ അക്രമ സംഭവം പ്രദേശവാസികളിലും ഇടഭാഗങ്ങളിലും വലിയ ഭീതി പരത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. ചെലവ് ചുരുക്കൽ നയങ്ങളെ ചൊല്ലി ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതോടെ സെപ്റ്റംബറിൽ അമേരിക്കൻ ഗവൺമെന്റ് പൂർണ്ണമായി നിശ്ചലമായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീത്. ഇതിനിടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഭരണം നിലയ്ക്കുന്നത് ഒഴിവാക്കുവാൻ ഹ്രസ്വകാല ഫണ്ടിംഗ് ബിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധി സഭ പാസാക്കി. ജോർജിയയിൽ നടന്ന പൊതുപരിപാടിയിലാണ് സെപ്റ്റംബർ 30 ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനം സ്തംഭിച്ചേക്കാമെന്ന ആശങ്ക ട്രംപ് പങ്കുവച്ചത്. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണസ്തംഭനം ഒഴിവാക്കുവാൻ ഡിസംബർ 4 വരെ സർക്കാരിന് താൽക്കാലികമായി ഫണ്ട് അനുവദിക്കുന്ന തുടർ പ്രമേയം റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള സഭ പാസാക്കി ഇനി സെനറ്ററിന്റെ പരിഗണനയ്ക്ക് അയച്ചിട്ടുണ്ട്. സെനറ്ററിൽ ഭൂരിപക്ഷം തിരക്കുവാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റുകളുമായി ചർച്ച തുടരുകയാണെങ്കിലും ബജറ്റിലെ നയപരമായ ഭിന്നതകൾ പൂർണ്ണമായി പരിഹരിക്കുവാൻ സാധിച്ചിട്ടില്ല. നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സെപ്റ്റംബർ 30 അർദ്ധരാത്രിക്ക് മുൻപ് ബജറ്റ് ബില്ലിന് സെനറ്റിൽ അംഗീകാരം നേടുവാൻ സാധിച്ചില്ലെങ്കിൽ പെൻഷൻ, ദേശീയ സുരക്ഷ തുടങ്ങി അമേരിക്കയിലെ ഭൂരിഭാഗം സർക്കാർ സംവിധാനങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിശ്ചലമാകും. അമേരിക്ക വിദേശ സഹായ ഫണ്ടുകൾ കുത്തനെ വെട്ടിക്കുറച്ചതോടെ നേപ്പാളിൽ ആയിരക്കണക്കിന് ദുരിതാശ്വാസ പ്രവർത്തകർക്ക് തൊഴിൽ നഷ്ടമായി. വരുമാനമാർഗ്ഗങ്ങൾ പൂർണ്ണമായും അടഞ്ഞതോടെ പട്ടിണിയിലായ പല മുൻ സന്നദ്ധ പ്രവർത്തകരും ജീവനോപാധിക്കായി നിർബന്ധിത ലൈംഗിക തൊഴിലിലേക്ക് തിരിയേണ്ട ദുരവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. USAID ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതാണ് നേപ്പാളിലെ വൻകിട സാമൂഹിക സന്നദ്ധ പദ്ധതികളെ പെട്ടെന്ന് നിശ്ചലമാക്കിയത്. വർഷങ്ങളോളം ആരോഗ്യം, വിദ്യാഭ്യാസം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച അനുഭവ സമ്പന്നരായ തൊഴിലാളികൾക്ക് പോലും മറ്റ് തൊഴിൽ അവസരങ്ങൾ ലഭിക്കാത്ത സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി. കുടുംബം പുലർത്തുവാനും അന്നന്നത്തെ ആഹാരത്തിനുമായി മറ്റു വഴികളില്ലാതെ വന്നതോടെയാണ് പലരും ഈ രംഗത്തേക്ക് തള്ളിവിടപ്പെട്ടതെന്ന് ഇരയായവർ സാക്ഷ്യപ്പെടുത്തുന്നു. സഹായധനത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വികസ്വര രാജ്യങ്ങളിൽ US നയമാറ്റം സൃഷ്ടിച്ച ഗുരുതരമായ മാനുഷിക പ്രത്യാഘാതങ്ങളുടെ തെളിവാണ് നേപ്പാൾ എന്നുള്ള ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.